ഈ PV അൻവർ വരുത്തി വെച്ച ഒരു വിനയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അതിലൂടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ഭാവി, പിന്നെ VD സതീശൻ ചോദ്യം ചെയ്യപ്പെടാനും പോകുന്നു. ഈ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇവിടെ എനിക്ക് തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ എൻ്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് തോന്നുന്നു. ഇത് അൻവർ ഉണ്ടാക്കിയൊരു പ്രശ്നം അല്ലെന്ന് ഞാൻ പറയുന്നത്. അൻവർ ഈ റിലേ റേസിൻ്റെ അവസാനത്തെ കണ്ണി പോലെ അവസാനത്തെ ആ ലാസ്റ്റ് ലാപ്പ് ഓടിത്തീർക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് ഈ അൻവർ. EMS തുടങ്ങിയ ബ്രഹ്മശ്രീ ഏലംകുളത്തും ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഒരിക്കലും അദ്ദേഹം സഖാവി ശങ്കരനായിട്ട് മാറിയിട്ടില്ല, ഓർത്തോണം. അദ്ദേഹം ആരംഭിച്ച ആ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ, വർഗീയ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ, അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രഭാവം ഉണ്ടല്ലോ, ഒരു ദുഷ്പ്രഭാവം. ആ ദുഷ്പ്രഭാവത്തിൻ്റെ അവസാനത്തെ പ്രതിഫലനമാണ് അൻവറിലൂടെ കണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, EMSൻ്റെ മറ്റൊക്കെ രാഷ്ട്രീയം ആരംഭിക്കുന്നത് തന്നെ പ്രത്യേകിച്ച് മലബാറിൽ രാമസിംഹനെ കൊല ചെയ്യപ്പെട്ട 1940കളുടെ അവസാനം രാമസിംഹൻ എന്ന് പറയുന്ന ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ആളെയും കുടുംബത്തെയും കൊന്നു തള്ളിയ ചരിത്രത്തിൽ ആ കൃത്യം ചെയ്തവരെ കണ്ടുപിടിച്ചു കൊടുക്കാം എന്ന് ഹൈന്ദവ ഭവനങ്ങളിൽ കയറി ഇറങ്ങി നടന്ന് പ്രചരിപ്പിച്ച് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് 57-ൽ മലബാറിൽ കുറേയൊക്കെ സീറ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് കിട്ടിയത്. അത് കഴിഞ്ഞു, വിമോചന സമരം വന്നു. 67-ലെ തെരഞ്ഞെടുപ്പ് വരുമ്പം ആ മുസ്ലിം ലീഗ് എന്ന വർഗീയ രാഷ്ട്രീയ കക്ഷിയെ കൂട്ടുപിടിച്ചുകൊണ്ട് EMS ഒരു സർക്കാരുണ്ടാക്കി മുഖ്യമന്ത്രിയായി. മുസ്ലിം വർഗീയ പ്രീണനത്തിൻ്റെ ആ തുടക്കം തൽക്കാലം മുന്നണി വിട്ടവർ പോയെങ്കിലും വീണ്ടും INL എന്നൊക്കെ പറയുന്ന പല രൂപത്തിൽ കഴിഞ്ഞില്ല. SDP-യെയും മദനിയെയും എല്ലാം കൂടെ കൂട്ടി EMS തുടങ്ങിയ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ച പിണറായി വിജയനിൽ വന്നപ്പം മുസ്ലിം വർഗീയ രാഷ്ട്രീയത്തിനുള്ളിലെ പല വിഭാഗങ്ങളുമായി, അതിനകത്ത് തീവ്ര വിഭാഗമുണ്ട്, ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, സമ്പത്തുള്ളതുകൊണ്ട് മാത്രം കേവന്മാരായ അൻവറെ പോലെ ആ വർഗീയ സ്വാധീനമുള്ളവരുമുണ്ട്. TK ഹംസയെ കൊണ്ടെന്നറിയാം. TK ഹംസ ഏത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ആളാണ്. ലോനപ്പൻ നമ്പാടിനെയും TK ഹംസയെയും ഒക്കെ കേരള കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആ വർഗീയ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ലോനപ്പൻ നമ്പാട്, മറുവശത്ത് TK ഹംസ ഊണിലും ഉറക്കത്തിലും എല്ലാം വർഗീയതയുടെ ഭാഷയിൽ സംസാരിക്കുന്ന TK ഹംസ കമ്മ്യൂണിസ്റ്റ് ഘടനയുടെ ആളായി കഴിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയുണ്ടല്ലോ, നമ്മുടെ ഇതിനകത്തുനിന്ന് മുസ്ലിം തീവ്ര വിഭാഗത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് സ്വതന്ത്രനായിട്ട് വന്ന് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച ആളുടെ പേര് ജലീൽ, KT ജലീൽ തുടങ്ങിയ നിരവധി തരത്തിലും നിറത്തിലും ഗുണത്തിലുമുള്ള വർഗീയ പക്ഷക്കാരെ, മുസ്ലിം വർഗീയ രാഷ്ട്രീയക്കാരെ എല്ലാം കൂടെ കൂട്ടി വർഗസമരം മറന്നു, വർഗീയ പ്രീണനത്തിന് രാഷ്ട്രീയം തുടങ്ങി. അങ്ങനെ വന്നപ്പം PB അൻവർ ആ പേര് കൂടെ കൂട്ടിയതാ. PB അൻവർ കാറൽ മാർക്സിന്റെ തത്വസംഹിത, വർഗസമരത്തിന്റെ രാഷ്ട്രീയം പഠിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായ ആളല്ല. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. തനി വർഗീയതയുടെയും മുതലാളിത്തത്തിൻ്റെയും ശരിക്കും ഒരു ബൂർഷ്വാ മുതലാളിയായ വർഗീയവാദിയാണ് PB അൻവർ. ആ PB അൻവറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് 2 കൈയും കൊടുത്തു സ്വീകരിച്ചത് പിന്നീട് ഞാൻ പറഞ്ഞ പോലെ വിവിധ തരത്തിലും നിറത്തിലും ഗുണത്തിലുമുള്ള ഭീകരതയിലും തീവ്രതയിലും
വ്യത്യസ്ത തലങ്ങളുള്ള ആ വർഗീയ പക്ഷത്തെ കൈകാര്യം ചെയ്യാൻ വയ്യാതെ വന്നപ്പം ഒരാൾ ചാടിപ്പുറത്തു പോയി. 10 തെരുവ് പട്ടികളെ ഒന്നിച്ചു പിടിച്ചു കൂട്ടിക്കഴിഞ്ഞാലും ഒരെണ്ണം ചിലപ്പം കൈവിട്ട് പോകത്തില്ല എന്ന് പറയുന്നത് പോലെ ആ തരത്തിൽ പുറത്തു പോയൊരു വ്യക്തി മാത്രമാണ് അൻവർ. ആ അൻവർ ഒരു വെല്ലുവിളി ഉയർത്തപ്പം ഉപതെരഞ്ഞെടുപ്പിന് കൊണ്ടുവന്ന സ്ഥാനാർത്ഥി ആരാ? എം സൂരജ്. എം സൂരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഈ വർഗീയ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് BJPയും ജനസംഘത്തെ മാത്രമൊന്നും ആരും പറയണ്ട. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാ, കേരള കോൺഗ്രസ് വർഗീയ പാർട്ടിയാ. പിന്നെ സൂരജിനെ പോലുള്ളവര് ആഘോഷിക്കുന്നത് ഹിന്ദു വിരുദ്ധ വർഗീയത. ഹിന്ദു വിരുദ്ധ വർഗീയത വർഗീയതയല്ലേ? വർഗീയ രാഷ്ട്രീയം കൊണ്ട് മുസ്ലിമിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാത്രമേ വർഗീയതയാവുള്ളൂ. ഹിന്ദു വിരുദ്ധ വർഗീയത ഫോളോ ചെയ്യുന്ന, അതിനെ ആവേശപൂർവ്വം പിന്തുണയ്ക്കുന്ന, അതിൻ്റെ ശബ്ദമായി മാറിയ എം സൂരജ് വർഗീയതയ്ക്കെതിരെ എന്ത് സമരമാണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെല്ലാം നമ്മൾ അങ്ങനെ വേണം കാണാൻ. അപ്പം നിലമ്പൂരിൽ നടക്കുന്ന ഒരു വർഗീയ പോരാട്ടം തന്നെയാണ്. അതിനപ്പുറം ഒന്നുകൂടെ ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തൊരു വാർത്തയാണ്. ഫാസിസത്തിനെതിരെയുള്ള എം പ്രശാന്ത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കോഴിക്കോട് നിന്നിരിക്കുന്ന ഫാസിസത്തിനെതിരെയുള്ള ഏറ്റവും സചേതനമായ സക്രിയമായ ശബ്ദമാണ് പോലും സൂരജ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണാധികാരി ആരാ? ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണാധികാരി ഭാരതം ഇന്ദിരാഗാന്ധിയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണാധികാരി EMS അല്ല, നയനാറുമല്ല, കരുണാകരനുമല്ല, ഉമ്മൻചാണ്ടിയുമല്ല, ആന്റണിയുമല്ല, PKV അല്ല, പിണറായി വിജയനാണ്. ആ ഏറ്റവും വലിയ ഫാസിസ്റ്റ് മുഖമായ പിണറായി വിജയനെതിരെ ഒരു വാക്ക് പറയാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, പിണറായി വിജയനെ എതിർത്തതിൻ്റെ പേരിൽ VS അച്യുതാനന്ദനെ വെട്ടിക്കൂട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന തരത്തിൽ സംസാരിച്ച സൂരജ് ഇന്ന് ഫാസിസത്തിനെതിരാണ് പോലും. ഇതൊക്കെ ആരെ പറഞ്ഞു പറ്റിക്കാനാ? അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും. ആര്യാടൻ മുഹമ്മദിൻ്റെ പുത്രനാണെന്നൊരു അഡ്രസ്സുണ്ട്. ആര്യാടൻ മുഹമ്മദ് ഒരു പരിധി വരെ മതനിരപേക്ഷതയുടെ മുഖവുമായിരുന്നു ഈ സമ്മതിക്കുന്നു. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് ആ തരത്തിലുള്ള ഒരാളല്ല. പല കാര്യങ്ങളിലും നമ്മുടെ ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും കൃത്യമായ വർഗീയത, ഇസ്ലാമിക മതമൗലികവാദികളുടെ ചിന്തയോടൊപ്പം പോകുന്ന കൂട്ടത്തിലാണ്. അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഈ ആര്യാടൻ ഷൗക്കത്തിന് എന്താ പറയാനുള്ളത് ചോദിക്കൂ. അപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളും ആര്യാടൻ ഷൗക്കത്തും നമ്മുടെ സൂരജും മൂന്നാമത്തെ ആൾ PV അൻവറും. PV അൻവറിന് ഒരു ക്വാളിഫിക്കേഷൻ കൂടെ ഉണ്ട്. ഇന്ന് ഭാരതത്തിൽ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ രാഷ്ട്രീയ മുഖമാണ് മമതാ ബാനർജി. അവിടെ ഹിന്ദുക്കളെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്ന അവസ്ഥ കണ്ടു. ഹിന്ദു സ്ത്രീകളെ അപമാനിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന, അതുപോലെ ഹിന്ദുക്കളുടെ കൃഷിയിടങ്ങൾ ഇല്ലാതാക്കുന്ന സന്ദേശ് ഖാലി ഭാരതം കണ്ടതാണ്. ആ ക്രൂരമായ ഹിന്ദു വിരുദ്ധ മുഖം മമതയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന PV അൻവറിന് എന്താണ് ലക്ഷ്യം എന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട. അതുകൊണ്ട് ഈ 3 പേര് ജയിച്ചു വന്നാലും ജയിക്കുന്നത് ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ രാഷ്ട്രീയമാണ്. അതിനെ കവച്ചു വെച്ച് ഒരു സർവധർമ്മ സമഭാവനയുടെ അല്ലെങ്കിൽ ദേശീയതയുടെ രാഷ്ട്രീയം അവിടെ ഇപ്പം വിജയിക്കുന്നൊന്നും പറയാറായിട്ടില്ല. സാഹചര്യം അതിനുവേണ്ടി ഒരുങ്ങിയിട്ടില്ല. എങ്കിൽ പോലും ഇപ്പം നമ്മൾ കാണാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഈ 3 കൂട്ടർക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയതിനേക്കാൾ കുറവ് വോട്ട് കിട്ടുകയാണെങ്കിൽ
അത് മതനിരപേക്ഷ രാഷ്ട്രീയം, സർവധർമ്മ സമഭാവനയുടെ രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന ഒരു പ്രദേശത്തിനും ഒരു സംസ്ഥാനത്തിനും രാജ്യത്തിനും ഗുണകരമായി മാറും. എന്തായാലും ഇത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കും, വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലുമൊക്കെ കൃത്യമായ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൻ്റെതായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഇനിയെങ്കിലും ഭാരതം, അതിൽ വിശേഷിച്ചും കേരളം, ഇപ്പം കണ്ടുവരുന്ന ആ ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ രാഷ്ട്രീയം ഒഴിവാക്കി വികസനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വികസിത കേരളത്തിനും വികസിത ഭാരതത്തിനും ഉള്ള സുവർണ പാതയായി മാറുമെന്നാണ് എനിക്ക് ആഗ്രഹിക്കുവാനുള്ളത്. പ്രതീക്ഷിക്കാൻ ഉടനെ വകയില്ലെങ്കിൽ പോലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.